നിന്നെയുള്ള പ്രത്യാശ ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രധാനമായ ആചാര്യന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയെന്ന് ഉപത്യം കഴിക്കണമേ. പാപമോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പുണ്യവാന്മാരായ നിന്റെ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഈ അഭിഷിക്തനെ അർഹനാക്കണമേ. മോറാമാലോ സത്യമരം ദേവോക്തംബോൽ മൃതികതരാമുഖ്യാചാര്യന്മാരും ഇടയന്മാരും വാനത്തിൽ സൗഭാഗ്യകാരത്തിൽ വാഴുന്നു. കർത്താവിൽ അവർ ജീവിക്കുന്നോരാ ഉദ്ധാനത്തോളം രാജസുതന്മേലെ ആഗതനാകുമ്പോൾ മോദത്തോടെതിരേൽപ്പാഞ്ചല്ലോ. നാളിൽ പ്രാർത്ഥിക്കാം.
അൻപുടയൊന്നാധികം കൃപതോമി വൈദിക സംഘത്തിൽ നമ്മെ ചേർക്കട്ടെ തന്മഹാത്മ്യത്തിൽ ദീപ്തിയുദിക്കുമ്പോ നിർമ്മലരോടൊന്നേ ചെന്നം സ്തുതിപാല സൗഭാഗ്യം നമ്മൾ കൊണ്ടായിരട്ടെ കണ്ണുകൾ തർക്കിച്ചു സൗന്ദര്യത്തിൽ സ്നേഹം നയനങ്ങൾ കൊള്ളിനു സമ്പത്തിൽ ശാസിച്ചു നീതി നേടത്തലയായി പോരട ഇൽമാൽ ഭക്ഷിച്ചു മൗനികളാം നാളെ നവ്യത നൽകേ കരുണ സിന്ധു വർഷിച്ചിടണമേ ഞങ്ങളിൽ നിൻകാരുണ്യ ദുഷ്ടപടയെ നീക്കിടും കോട്ട കേർത്തേയുന്നു ഞങ്ങൾക്കായി മതിയേ പാതാളത്തിൽ മണ്ണായി പോയി വീണ നാദം പോയി പോയി മൗനം പൂണ്ടു പീഠം ഖേദിക്കുന്നു ശബ്ദസ്ഥാനം ശുശ്രൂഷകളെ കേഴുന്നു ആചാര്യന്മാരും മഹിമയെ നിന്നയമാരോ ഹാലേ ലോയ നിന്നഭിഷേകമുഖം തിരുപ്പിക്കല് നിന്ദാസന്താമീതിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ ലോയ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും പാർക്കുമോ വാദാമുൽ
ആചാര്യന്മാരെ പരമാനന്ദമോക്ഷത്തിൽ പരിചോടിറയ ചേർക്കട്ടെ ബാലകുമോ ആശകളർപ്പിച്ചോ നേകുക പുണ്യം നാദാസ്തോത്രം. Thinking of him as he passed away, and when he was living also, again tiny dots of his great vision. Spiritual leader, I would say his spiritual heaven is great, strong and intense, for this is the same way people persecuted the prophets who were before you. This is the word of Jesus Christ, and the word of Jesus Christ will never change. Those who stand in the light, the darkness cannot comprehend them, so they will revile them, speak evil things against them, and this is expected. ദൈവനിയോഗമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ ഒരു പ്രസംഗം അത് നാട്ടിൽ വെച്ച് ചെയ്യുന്നതാണ്. അമേരിക്കയിൽ ചെന്ന് 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ബാല്യം മുതലുള്ള ജീവിത കാര്യങ്ങൾ ചക്രമൊക്കെ എല്ലാവർക്കും അറിയാം. കെ.പി. യോഹന്നാൻ ഒരു പാസ്റ്ററായി, ഒരു ബൈബിളിൻ്റെ നല്ല അവഗാധമുള്ള ഒരു സുവിശേഷ പ്രവർത്തകനായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭാരതത്തിന് പുറത്തും അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ച വാസ്തവമായ ഒരു മിഷനറി ആയിരുന്നു ഇദ്ദേഹം. യേശു നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവ ദൗത്യം, ഉദാശകളും ആരാധനകളും സഭകളും അതിൻ്റെ എല്ലാ പ്രക്രിയകളും സഭയായി നടത്തുന്നുവെങ്കിലും പ്രധാനമായി കർത്താവ് ഭരമേൽപ്പിച്ചത് സുവിശേഷീകരണമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നാനാദിക്കിലേക്കും എൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയ ദൗത്യം. ആ ദൗത്യം തൻ്റെ കഴിവിൻ്റെ പരമാവധി തനിക്ക് ദൈവം കൊടുത്ത എല്ലാ അനുകൂല മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴാണ് ഈ ദുരന്തം, ഈ വേർപാട് സംഭവിച്ചത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം തുടങ്ങി വച്ചിട്ടുള്ള മഹത് സംരംഭങ്ങൾ പൂർത്തിയാക്കാൻ
അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഈ ചർച്ചിനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചൊല്ലും. Evangelist to Athanasius Yogan first symbolizes a life dedicated to Christian ministry and leadership. His contributions to missionary endeavors and church development across Asia and Africa are noteworthy. His enduring legacy is evident through the establishment of numerous parishes and institutions, including the St. Ignatius Theological Seminary, the Believers Church Residential School, and the Believers Church Medical College and Hospital in Tiruvalla, along with other institutions all over the world. The remarkable growth of the church under his guidance underscores his unwavering commitment to spreading the gospel and serving communities in need. We join the NCCI join the church as it mourns his loss and also celebrates his life and the profound impact he had on countless individuals through his faith and philanthropic. നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയായി ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. അഭിമയോടെ കർത്താവേ നീ അറിയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തുമലം ഭാഗേ കർത്താവേ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നീ കുരിശിന് ഞാൻ ആരാധിച്ചു അണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും. മൃഗങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ കൃപയാലേ. അനുശോചനം അറിയിച്ച് വീട്ടിൽ സമർപ്പിക്കും. അഭിമന്യ തിരുവേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, വളരെ സങ്കടകരമായ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഓരോ പടവുകൾ ചവിട്ടി ദൈവകരങ്ങൾ ഇറങ്ങി ആയുധമായി മാറി ഭാരതത്തിന് തനി നഷ്ടപ്പെടാതെ തന്നെ സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു സഭയുടെ ഉന്നത സ്ഥാനിയായി മാറിയ അഭിനയ എത്രപ്പെടുത്തത്തിൻ്റെ യോഗം എല്ലാവർക്കും സങ്കടകരമാണ്. സഭയ്ക്ക് മാത്രമല്ല, സഭകൾക്ക് മാത്രമല്ല, സമൂഹത്തിന് അപമാനം. എന്നാൽ ദൈവനാമ മഹത്വത്തിൻ്റെ ഉപയുക്തമായെന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. ജോസഫ് മാർത്തോമാ തിരുമേനി സഭയുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയായിരുന്ന കാലഘട്ടത്തിൽ 2014 മുതൽ 2017 വരെയുള്ള സമയത്ത്
സഭയുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ അന്ന് ലേ ട്രസ്റ്റിയായിരുന്ന പ്രിയപ്പെട്ട ഡോക്ടർ പ്രകാശ് തോമസ് ഇവിടെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രിയപ്പെട്ട തിരുമേനിയുടെ വ്യക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അനുഭവം പ്രിയപ്പെട്ട സിജോ പന്തപ്പള്ളി അച്ഛൻ അന്ന് തിരുമേനിക്കും ആ വരാന്തയിൽ തിരുമേനി അവിടെ ചാരകസേനയിൽ ചാരി കിടക്കും. ഞാനും പ്രകാശുമൊക്കെ